പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബാലരാമപുരത്ത് മരണം സമാധിയായെങ്കിൽ കണ്ണൂരിൽ അത്ഭുതപ്പെടുത്തുന്ന ജീവന്റെ തുടിപ്പുള്ളൊരു വാർത്തയുണ്ട്. മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റിയ വയോധികന് പിന്നീട് ജീവനുണ്ടെന്ന് തെളിഞ്ഞു. കണ്ണൂർ പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രനാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. പവിത്രൻ മരിച്ചെന്ന് ദിനപത്രങ്ങളിലും വാർത്ത വന്നു. മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ അറ്റൻഡറാണ് ജീവന്റെ തുടിപ്പ് തിരിച്ചറിഞ്ഞത്. പവിത്രൻ ICUവിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. അർജുൻ കല്യാട് നൽകും രസകരമായ വിവരം. അർജുൻ കല്യാട്, ഗുഡ് ഈവനിങ്. അർജുൻ കല്യാട്, എന്തായാലും ബാലരാമപുരത്ത് സംഭവിച്ചത് മരണം സമാധിയായതാണ്. പക്ഷേ മരണത്തിൽ നിന്ന് ജീവന്റെ തിരിച്ചുവരവാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് കേൾക്കുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് അർജുൻ കല്യാട്? അരുൺകുമാർ, അതായത് ഇന്നലെ രാത്രിയായിരുന്നു കണ്ണൂർ AKG ആശുപത്രിയുടെ മുന്നിൽ ഇങ്ങനെയൊരു നാടക സംഭവം അരങ്ങേറിയത്. മംഗലാപുരത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു, ഹെഗ്ഡെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങനെ കണ്ണൂരിലേക്ക് മരണം സംഭവിക്കാതെ തന്നെ ആംബുലൻസിലെത്തിയത്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ബന്ധുക്കൾക്ക് നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ആശുപത്രിയിൽ നിന്ന് നൽകിയിട്ടുള്ള ഒരു അറിയിപ്പ്, ഈ വെന്റിലേറ്ററിൽ നിന്നും ഇദ്ദേഹത്തെ, പവിത്രനെ മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മരണം സംഭവിക്കും, അത്രയും അത്യാസന്ന നിലയിലാണ് പവിത്രൻ ഉള്ളത് എന്നുള്ളതായിരുന്നു ആശുപത്രി അധികൃതർ ബന്ധുക്കൾക്ക് നൽകിയത്. പിന്നീടാണ് ബന്ധുക്കൾ അവരുടെ സമ്മതത്തോടു കൂടി തന്നെ വെന്റിലേറ്റർ റിമൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ വെന്റിലേറ്റർ റിമൂവ് ചെയ്യുന്നു. ഇവരുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ തന്നെയാണ് കണ്ണൂരിലേക്ക് സ്വയം മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. ആ വാഹനത്തിൽ വെച്ചാണ് മരണം സംഭവിച്ചുവെന്ന് ബന്ധുക്കൾ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. പെട്ടെന്ന് തന്നെ നാട്ടിലെല്ലാവർക്കും വിവരമറിയിക്കുന്നു. അങ്ങനെ കണ്ണൂരിലെ ജനപ്രതിനിധികളോടക്കം വിവരമറിയിച്ച് ജനപ്രതിനിധികളുടെ ഒരു ഉത്തരവാദിത്തത്തിലാണ് കണ്ണൂർ AKG ആശുപത്രിയിൽ മോർച്ചറിയിൽ ഒരു ഈ ഫ്രീസർ വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ കണ്ണൂർ ആശുപത്രിക്ക് മുന്നിൽ, AKG ആശുപത്രിക്ക് മുന്നിൽ അറ്റൻഡറുടെ ഒരു ഇടപെടലാണ് ഇതിനകത്ത് ഏറ്റവും നിർണായകമായി മാറിയത്. ഒരു മൃതദേഹം, അല്ലെങ്കിൽ മരിച്ചു എന്ന് വിധി എഴുതിയിട്ടുള്ള എല്ലാവരുടെയും ഞെട്ടിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന് ജീവനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് അറ്റൻഡർ ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ AKG ആശുപത്രിയിൽ തന്നെ. ഇന്നലെ ഉണ്ടായിരുന്ന, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അറ്റൻഡർ ജയൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇന്നലെ എത്ര മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്? ഒരു 12 മണി ടൈമിലാണ് ഇവിടെ കൊണ്ടുവന്നത്. നേരെ ബോഡി ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതേ സ്പോട്ടിൽ തന്നെയാണ് മോർച്ചറി ഇതാണ് ഇവിടെ കൊണ്ടുവന്നത്. കൊണ്ടുവന്നു ബാക്കി ഫോർമാറ്റിലും കഴിഞ്ഞിട്ടാണ് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ അവരോട് എന്താ പറയുക, ആംബുലൻസ് ഡ്രൈവർ ഇവിടെ എത്തിയപ്പോൾ എല്ലാം ഡോറിലും തുറന്ന് വെച്ചു. അപ്പോൾ ഡോർ തുറന്ന് ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ ബോഡി നമ്മൾ സാധനം ചെക്ക് ചെയ്യുമല്ലോ, നോക്കുമ്പോൾ കൈയിന് ആദ്യം ഒരു ചെറിയൊരു അനങ്ങുന്ന പോലെ ഒരു സംശയം. അതിൻ്റെ കൂടെ ഒരു അനുവേട്ടുണ്ടായിരുന്നു, ഇലക്ട്രീഷ്യൻ, അവരൊക്കെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ട ചാർജ്. അനുവേട്ടൻ എന്തോ ഒരു അനങ്ങുന്ന പോലെ പൂർവ്വം പറഞ്ഞാൽ അനക്കുന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു പൾസ് ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, ഏട്ടാ ഇത് മരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അവരോട് മരിച്ചതാണ്, നേരത്തെ മരിച്ചതാണ്. ബന്ധുക്കൾ അങ്ങനെ തന്നെ ഉറപ്പിച്ച് മരിച്ചതാന്ന് പറഞ്ഞു. ആരൊക്കെയാണ് ആ സമയത്ത് കൂടെ ഉണ്ട്? വൈഫാണ് തോന്നുന്നു ഫ്രണ്ടിലുള്ളത്, വേറെ ഒരു ലേഡിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഏട്ടനുണ്ടായിരുന്നു, അയാൾ വന്നപ്പോൾ ഇറങ്ങിയിട്ട് ഫ്രണ്ടിലേക്ക് അങ്ങോട്ടേക്ക് പോയിനായിരുന്നു. അപ്പോൾ സമയത്ത് സംശയമില്ലാത്ത രീതിയിൽ മരണം ആ രീതിയിൽ തന്നെ വൈഫ് കരഞ്ഞ് തളർന്ന് ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ നമുക്ക് അവരോട് അധികം അങ്ങോട്ടേക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല, സംസാരിച്ചിട്ടുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു, ഇടയ്ക്ക് മരിച്ചിട്ടില്ല. ആംബുലൻസ് ഡ്രൈവറോടും പറഞ്ഞു, നിങ്ങൾ നോക്കിയിട്ടില്ലേ? അയാൾ പറഞ്ഞു, എന്നോട് അങ്ങനെ പോയാൽ മതി, ആ ബോഡിയാണ് മരിക്കും ഏതാണ്ട് ഇതാണെന്ന രീതിയിൽ ഞാൻ വന്നതിനാണ്. മലയാളിയല്ല, ഫുൾ മലയാളിയല്ല, മലയാളിയാണ്. ഒരാൾ സംസാരിക്കുന്ന ആളാണ്. ഇതുപോലെ എമർജൻസി ഇങ്ങോട്ട് ഇതായി എന്ന് പറഞ്ഞിട്ട് നേരെ കാഷ്വാലിറ്റി കൊണ്ടുവന്നു. കാഷ്വാലിറ്റി അക്ഷയ് സാറ്, ഷാന മേഡം അവരെല്ലാം നോക്കി. അപ്പോൾ പറഞ്ഞു ജീവനുണ്ട്, ആൾ മരിച്ചിട്ടാണ്. ഇതുവരെ ആരും കൊണ്ടുവന്നവരെ എണീറ്റിട്ടോ അല്ലെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല. ആദ്യത്തെ അനുഭവമാണ്. ആൾ ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോൾ ICU തന്നെയുണ്ട്. ഞാൻ ഇപ്പം പോയി കണ്ടതാണ്. വിളിക്കുമ്പോൾ മിണ്ടുന്നല്ലുണ്ട്, സംസാരിക്കുന്നുണ്ടോ? പേര് വിളിക്കുമ്പോൾ ആന്ന് പറയുന്നുണ്ട്, അനക്കുണ്ട്. ഒരു വലിയ അത്ഭുതകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി കണ്ണൂർ AKG ആശുപത്രിയിലെ മോർച്ചറിക്ക് സമീപം ഉണ്ടായത്. AKG ആശുപത്രിയിലെ അറ്റൻഡറുടെ ഒരു ഇടപെടലാണ് പിന്നീട് ഈ പവിത്രന് ജീവൻ്റെ തുടിപ്പ് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞതെന്നുള്ളതാണ് ഏറ്റവും നിർണായകമായി മാറിയത്.